നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. FC ബാഴ്സലോണ എൽച്ചയ്ക്കെതിരെ ഗംഭീരമായിട്ടുള്ള വിജയം നേടുമ്പോൾ അവർക്ക് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചത് ഗാവിക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് കളിക്കളം വിടുന്നത്. എന്താണ് അവസ്ഥ എന്നറിയാൻ ആരാധകർക്ക് താല്പര്യമുണ്ട്. ഇതാ ഹൻസി ഫ്ലിക്കിൻ്റെ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ കാര്യത്തിൽ നമ്മൾ വ്യക്തത വരണമെങ്കിൽ മെഡിക്കൽ ടെസ്റ്റിന് വെയിറ്റ് ചെയ്യണം. ഇതവൻ്റെ കാൽമുട്ടിന് പറ്റിയിട്ടുള്ള പരിക്കാണ്. തീർച്ചയായിട്ടും ഇതിൽ ഗവിയുടെ കാര്യത്തിൽ ഇത് കാൽമുട്ടാണ്, അതിൽ സംശയമില്ല. നമ്മൾ കുറച്ചുകൂടി നല്ല രൂപത്തിൽ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഫീലിങ്ങിൽ നിന്ന് പിന്നീട് ഞാൻ അവനെ കാണുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ് ആൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആഫ്റ്റർ ദി ഗെയിം വാസ് മച്ച് ബെറ്റർ. എന്തായാലും വി വിൽ മേക്ക് ആൻ MRI ആൻഡ് സി എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വലിയ ഹെവി പരിക്കാണ് എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം ഓക്കെ ആണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ ലഭിക്കുന്നത്. ബാഴ്സലോണ ക്യാമ്പിൽ നിന്നും അത് തന്നെയാണ് ലഭിക്കുന്നത്. ഫെർമിൻ ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഞാൻ ഗാവിയെ കണ്ടു കളിക്കളത്തിൽ ആ ഒരു പരിക്ക് പറ്റുമ്പോഴുള്ള അവൻ്റെ ആ ഒരു സംഭവം കണ്ടപ്പോൾ അത് കുറച്ച് സ്ട്രെയിഞ്ചായിട്ട് എനിക്ക് തോന്നി. ഹോപ്പ്ഫുള്ളി അത്ര സീരിയസ് അല്ല എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. കളിക്ക് ശേഷം ഞാൻ അവനോട് സംസാരിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അവനോട് പിന്നീട് ചോദിക്കും. അത്ര പ്രശ്നമില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നാണ് ഫെർമിൻ കളിക്ക് ശേഷം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിൽ കൂടുതൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയാലേ വ്യക്തത വരികയുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അത്ര സീരിയസ് അല്ല എന്ന് തന്നെയാണ്. ഏതായാലും ബാഴ്സയുടെ ഒഫീഷ്യൽ മെഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.